ആദരണീയനായ പ്രധാനമന്ത്രി അല്പ നിമിഷങ്ങൾക്കുള്ളിൽ തിരുവനന്തപുരത്ത് ഇതിനായി ഒരുക്കിയിട്ടുള്ള വേദിയിൽ നിന്ന് ഇന്ത്യൻ റെയിൽവേസിന്റെ പുതിയ സമ്മാനമായ 4 വളരെ പ്രത്യേകതകളുള്ള ട്രെയിൻ സർവീസുകളാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അല്പ നിമിഷങ്ങൾക്കുള്ളിൽ. അതിനു മുമ്പ് തന്നെ ഈ ചടങ്ങ് പൂർത്തീകരിച്ച് അവസാനിപ്പിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് bear with the organizers of this program, which is also inevitable and you also need it. So you may please cooperate with the organizers. പ്ലാറ്റ്ഫോമിന്റെ എന്താണ് അതിൽ പതിയിരിക്കുന്ന അപകടങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ ശ്രദ്ധാപൂർവം എല്ലാവരും ഇതിൽ പങ്കെടുത്ത് സന്തോഷിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ട്രെയിനിന്റെ പ്രത്യേകത ഇത് ഗുരുവായൂരിന് വേണ്ടിയോ അല്ലെങ്കിൽ തൃശ്ശൂരിന് വേണ്ടിയോ ഒരുപക്ഷെ സ്ഥാപിതമാവുന്ന ഒരു റെയിൽ സേവനമല്ല, മറിച്ച് തൃശ്ശൂരിനും ഗുരുവായൂരിനും അതിനിടയ്ക്കുള്ള സ്റ്റേഷനുകളെല്ലാം വന്ന് പതിക്കുന്ന ആ പഥത്തിൽ വന്ന് പതിക്കുന്ന എല്ലാ സ്റ്റേഷനുകളും ആ പ്രദേശത്തെയും ഒക്കെ ഒരുപക്ഷെ വ്യാപാര വിപണനം ഇതിനൊക്കെ ഉതകുന്നതും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്പിരിച്വൽ ടൂറിസം അതുപോലെയുള്ള അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രമല്ല, എല്ലാ മത യാനം അത് സൗകര്യപ്പെടുത്തുന്ന തരത്തിൽ വളരെ അനിവാര്യമായ ജനങ്ങളുടെ അവകാശം ഇന്ന് ഒരുപക്ഷെ സ്ഥാപിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ റെയിൽ സേവന സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള ബഹുമാനീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് സ്വാഗതം മോദിക്കൊണ്ട് തന്നെ വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട അതിഥികൾ, ട്രെയിനിൽ ഒരുപക്ഷെ ആദ്യ യാത്ര അതിന്റെ സുഖമറിയുന്നതിന് വേണ്ടി കയറിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ അധ്യാപകർ, അവരുടെ വിദ്യാലയങ്ങൾ, എല്ലാവർക്കും, പത്രമാധ്യമ പ്രവർത്തകർ, പോലീസ് സേന, മറ്റ് ഈ റെയിൽവേ സ്റ്റേഷനിലെ തന്നെ വിവിധ തലങ്ങളിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും സഹോദരങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ഇന്ന് ചരിത്ര സാക്ഷിയാകുകയാണ്. പുരോഗതി ഒരു വാഗ്ദാനം മാത്രമല്ല, മറിച്ച് നമ്മുടെ റെയിൽ പാളങ്ങളിലൂടെയും റെയിൽവേ സ്റ്റേഷനുകളിലൂടെയും വ്യക്തമായി പ്രതിഫലിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്ന ഒരു പുതിയ ഇന്ത്യ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് ആദരണീയ പ്രധാനമന്ത്രി കേരളത്തിന് 4 ട്രെയിനുകളാണ് സമ്മാനിക്കുന്നത്. 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ നാഗർകോവിലിനെ മംഗളൂരുവുമായി ബന്ധിപ്പിക്കുന്നതും നമ്മുടെ തലസ്ഥാനത്തെ ചെന്നൈക്കടുത്തുള്ള താമ്പരവുമായി ബന്ധിപ്പിക്കുന്നതും ഹൈദരാബാദിനടുത്തുള്ള ചാർലപ്പള്ളിയിലേക്കുള്ളതും കൂടാതെ നമ്മുടെ തൃശ്ശൂരിന് ഏറെ നാളായി കാത്തിരുന്ന ഗുരുവായൂരിലേക്കുള്ള പാസഞ്ചർ സർവീസ്. 2014 മുമ്പ് മെച്ചപ്പെട്ട റെയിൽ ബന്ധത്തിനായുള്ള കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വളരെ പരിമിതമായ ബഡ്ജറ്റാണ് ലഭിച്ചിരുന്നത്. എന്നാൽ 2014 മുതൽ ഒരു സമൂലമായ മാറ്റത്തിന് നാം സാക്ഷികളാണ്. ഇന്ന് കേരളത്തിനുള്ള റെയിൽവേ ബഡ്ജറ്റ് 3042 കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. 2009-2014 കാലയളവിൽ സംസ്ഥാനത്തിന് ലഭിച്ച ശരാശരി റെയിൽവേ ബഡ്ജറ്റ് 372 കോടി മാത്രമായിരുന്നു. കേരളത്തിലെ 100-ലധികം സ്റ്റേഷനുകളിൽ ഇപ്പോൾ വൈഫൈ സൗകര്യം
അണമുറിയാതെ ലഭ്യമാണ്. മുതിർന്ന പൗരന്മാർക്കും ദിവ്യാംഗ ജനങ്ങൾക്കും പ്രത്യേക ശ്രദ്ധ നൽകി 90-ലധികം ലിഫ്റ്റുകളും 40-ലധികം എസ്കലേറ്ററുകളും ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം കേരളത്തിൽ നവീകരണത്തിനായി തിരഞ്ഞെടുത്ത 35 സ്റ്റേഷനുകളിൽ 4 എണ്ണം ഇതിനകം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് അമൃത് ഭാരത് സ്റ്റേഷൻ അടുത്ത സ്കീം ആരംഭിക്കുമ്പോൾ ആ സ്കീമിൽ ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിനകത്ത് ഉൾപ്പെടുത്തി അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും സാധ്യമാകുമെന്ന് പറയുന്ന ഒരു വിശ്വാസം എനിക്കുമുണ്ട്. എല്ലാവർക്കും സന്തോഷത്തിന് വക നൽകുന്ന കാര്യമായിരിക്കും. കാരണം ഞാൻ അവിടെ ആ സ്റ്റേഷനിൽ ഈ കഴിഞ്ഞ ആഴ്ച അവിടെ ചെന്നപ്പോൾ തന്നെ വന്ന ചോദ്യം തൃശ്ശൂരിന്റെ സെക്കൻഡ് സ്റ്റേഷനായി ഇത് മാറ്റപ്പെടുമോ എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു വിവേചനം ആവശ്യമില്ല. പക്ഷെ മാന്യമായ സ്റ്റേഷനായി ഇരിഞ്ഞാലക്കുട, അത് മാത്രമല്ല അതിനപ്പുറവും ഒരു ജംഗ്ഷനായി മാറുന്നതിനുള്ള ചിന്ത അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതും സാധ്യമാകട്ടെ എന്ന് വടക്കുംനാഥ ക്ഷേത്രം അടങ്ങുന്ന ഈ ആരാധനാലയങ്ങളുടെ സമുച്ചയങ്ങൾ മുഴുവൻ പേറുന്ന തൃശ്ശൂരിന്റെ മണ്ണിൽ ഊന്നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ കിട്ടിയ 3 ജോഡി വന്ദേ ഭാരത് ട്രെയിനുകൾ സാധാരണക്കാരന് വേഗത്തോടെയും മാന്യതയോടെയും സഞ്ചരിക്കാനുള്ള മാർഗമാണ്. വേഗതയെക്കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് മംഗളൂരു വിഭാഗം 130 കിലോമീറ്റർ വേഗതയുള്ള നവീകരണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള റെയിൽ ബന്ധം പ്രത്യേകം റെയിൽ ലൈൻ പദ്ധതിയിലൂടെ പുരോഗമിക്കുകയാണ്. അതേസമയം ഷൊർണൂർ, എറണാകുളം, കായംകുളം, തിരുവനന്തപുരം, നാഗർകോവിൽ വിഭാഗങ്ങളിലേക്കുള്ള മൂന്നാം പാതയ്ക്കുള്ള DPR തയ്യാറാക്കൽ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ 86 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒറ്റപ്പാത ഇരട്ടപ്പാതയാക്കുന്ന പ്രവൃത്തി ഘട്ടങ്ങളായി നടപ്പിലാക്കി വരികയാണ്. തിരുവനന്തപുരം പാറശാല വിഭാഗത്തിലെ ഏകദേശം 70% ഇരട്ടപ്പാത പ്രവൃത്തി ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ പാളങ്ങളും ട്രെയിനുകളും വെറും ഇരുമ്പും സ്റ്റീലും മാത്രമല്ല, ടൂറിസം സഹമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ ഉറച്ച വിശ്വാസത്തോടെ മനസ്സിലാക്കുന്നു, ഇവ നമ്മുടെ ടൂറിസം മേഖലയിലെ ജീവധമനികളാണ്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കുള്ള മെച്ചപ്പെട്ട ബന്ധം നമ്മുടെ മനോഹരമായ കായലുകൾക്കും മലനിരകൾക്കും ആരാധനാലയങ്ങൾക്കും ലോകത്തിന്റെ വാതിൽ തുറക്കും. ഇതിലൂടെ അനേകം തൊഴിൽ അവസരങ്ങളും പ്രാദേശിക സമൂഹങ്ങൾക്ക് സമൃദ്ധിയും സൃഷ്ടിക്കപ്പെടും. ആദരണീയനായ പ്രധാനമന്ത്രി മോദിജിയുടെ കേരളത്തോടുള്ള പ്രത്യേക ബന്ധം സംസ്ഥാനത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന 18,000 കോടിയിലധികം രൂപയുടെ പദ്ധതികളിലൂടെ വ്യക്തമാണ്. അമൃത് ഭാരത് പദ്ധതിയിലൂടെയുള്ള 35 സ്റ്റേഷനുകളുടെ പുനർവികസനം മുതൽ വിഴിഞ്ഞം തുറമുഖ റെയിൽ ബന്ധത്തിന്റെ പുരോഗതി എല്ലാം അതിന്റെ തെളിവുകളാണ്. വികസിത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി കേരളത്തിന്റെ വികസനത്തിനായി അചഞ്ചലമായ പിന്തുണ നൽകുന്ന നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് കൂപ്പ് കൈകളോടെ വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം. ജയ് ഭാരത്.